പരിധിയെക്കുറിച്ച് വളരെ ബോധ്യത്തോടു കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. അധികം ദീർഘിപ്പിക്കുന്നില്ല, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. HMSൻ്റെ ഹാമിൽട്ടൺ മലയാളി സമാജത്തിൻ്റെ 2023 പരിപാടികൾ ഇവിടെ സമാപനത്തോട് അടുത്തിരിക്കുകയാണ്. പരിപാടി കഴിഞ്ഞിട്ടില്ല, ഇനിയും നമ്മളെല്ലാം വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നതായ സ്കിറ്റ് അല്ലെ ഡ്രാമയുണ്ട്. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇവിടുത്തെ സ്റ്റേജ് പ്രോഗ്രാമുകൾ അവസാനിക്കുകയുള്ളൂ. അപ്പോൾ അതിനു മുമ്പ് ഈ ഹാമിൽട്ടൺ മലയാളി സമാജത്തിൽ ഈ വർഷം അല്ലെങ്കിൽ ഈ പരിപാടിക്ക് മാത്രമല്ല ഈ വർഷം നമ്മളോടുകൂടി സഹകരിച്ച, ഇതിനുവേണ്ടി പ്രയത്നിച്ച എല്ലാവരെയും ഒരു നിമിഷം ഓർക്കുക എന്നുള്ളൊരു ദൗത്യമാണ് എന്നിലുള്ളത്. ആദ്യമായി നമ്മുടെ 2 MC-കൾ അശ്വതിയും മേഘയും അവർ വളരെ നല്ല രീതിയിൽ നമ്മുടെ ഈ പരിപാടികളെ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. അവർക്ക് ഞാൻ ഈ അവസരത്തിൽ നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ നമ്മുടെ ചീഫ് ഗസ്റ്റ് ഡാൻ മ്യൂസ്. ഡാൻ യൂഷ്വലി നമ്മുടെ ഇവിടെ വരാറുള്ളതാണ്. നമ്മുടെ ഏത് പരിപാടിയും അദ്ദേഹം പരമാവധി ശ്രമിക്കാറുണ്ട് ഇവിടെ എത്തിച്ചേരാൻ. അദ്ദേഹത്തിന് ഈ പ്രാവശ്യം ഓട്ടോവയിൽ ഒരു മീറ്റിംഗ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ പ്രാവശ്യം എത്തിച്ചേരാൻ സാധിക്കാതിരുന്നത്. പക്ഷെങ്കിൽ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ അഡ്വൈസർ ഇവിടെ ധീരജ് വന്നിരുന്നു. അദ്ദേഹം നമ്മുടെ കൺസർവേറ്റീവ് പാർട്ടിയുടെ ഒരു ലീഡറിൻ്റെ ഒരു ഇത് നമ്മുടെ ഹാമിൽട്ടൺ സമാജത്തിൻ്റെ പ്രസിഡന്റിന് നൽകുകയും ചെയ്തു. അപ്പോൾ ഡാൻ മ്യൂസിനുള്ള നന്ദി ഞാൻ ഈ അവസരത്തിൽ അറിയിച്ചുകൊള്ളുന്നു. അടുത്തതായി നമ്മുടെ പരിപാടിയുടെ നമുക്ക് സാമ്പത്തികമായി നമ്മളോട് സഹകരിച്ച നമ്മുടെ മെഗാ സ്പോൺസർ ജിതിൻ ദാസ്, അതുപോലെ തന്നെ നമ്മുടെ ക്രിസ്മസ് പ്രോഗ്രാമിൻ്റെ ഗോൾഡ് സ്പോൺസേഴ്സായ ജോമി വള്ളിപ്പാലം, ഷെർമാൻ ഡെൻ്റൽ സെൻറ്റർ, ജിക്സൺ ജോസ് റിയൽറ്റർ. നിങ്ങൾക്കെല്ലാം ജിക്സനെ അറിയാം. ഇവർ 2 പേരും നമ്മുടെ ഹാമിൽട്ടൺ മലയാളി സമാജത്തിൻ്റെ മെമ്പേഴ്സാണ്. അപ്പോൾ അവർക്കുള്ള നന്ദി ഞാൻ ഈ അവസരത്തിൽ അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഫുഡ് കമ്മിറ്റി, നിങ്ങൾക്കറിയാം വളരെ നല്ല രീതിയിലുള്ള ഒരു സ്റ്റാർട്ടർ നമുക്കിവിടെ ലഭിച്ചു, അപ്പവും സ്റ്റൂവും. അതുപോലെ തന്നെ വളരെ രുചികരമായ ആഹാരമാണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. നമ്മുടെ ഈ പരിപാടികൾക്ക് ശേഷം അത് സെർവ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ ഫുഡ് കമ്മിറ്റിയിലുള്ള എല്ലാവർക്കും വേണ്ടിയുള്ള നന്ദി ഞാൻ അവസരത്തിൽ അറിയിച്ചുകൊള്ളുന്നു. പക്ഷേ എല്ലാവരെയും ഓർക്കുക, അവരുടെ പേരെടുത്ത് പറയുക എന്നുള്ളത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ധാരാളം ആൾക്കാരുടെ പ്രയത്നത്തിൻ്റെ ഫലമാണ് ഇവിടെ നമുക്ക് ഇന്ന് നമ്മൾ ലഭിക്കാൻ പോകുന്നതായ ആഹാരം. അപ്പോൾ എല്ലാവരുടെയും പേരെടുത്ത് ഞാൻ പറയുന്നില്ല. പക്ഷെങ്കിൽ ഞാൻ ഒരു കാരണവശാലും വിട്ടുപോകാൻ പാടില്ലാത്ത കുറച്ച് പേരുകളുണ്ട് അതിൻ്റെ അകത്ത്. അതിലാണ് നമ്മുടെ തങ്കമ്മ ആൻറ്റി, അതുപോലെ ജോജിയമ്മ ആൻറ്റി, മേരിക്കുട്ടി ആൻറ്റി, അങ്ങനെയുള്ള കുറച്ച് ആൻറ്റിമാരുടെ നിസ്വാർത്ഥമായ സ്നേഹത്തിൻ്റെയും അവരുടെ പ്രയത്നത്തിൻ്റെയും ഫലമാണ് നമുക്ക് ഇവിടെ ആസ്വദിക്കാൻ സാധിക്കുന്ന ഈ ആഹാരം. അപ്പം നമ്മുടെ ആൻറ്റിമാർക്കും അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഫുഡ് കമ്മിറ്റിയിലുള്ളവരും അതിന് പുറത്തുനിന്ന് വന്ന് സഹകരിച്ച എല്ലാവർക്കും ഞാൻ ഈ അവസരത്തിൽ നന്ദി അറിയിച്ചുകൊള്ളുന്നു. അതിനുശേഷം ഇതുപോലെ നമ്മുടെ എൻ്റർടൈൻമെൻറ്റ് കമ്മിറ്റി, നമ്മളിവിടെ കഴിഞ്ഞ ഒരു 1.5 മണിക്കൂറായിട്ട് വളരെ മനോഹരമായ പ്രോഗ്രാമുകൾ ആസ്വദിക്കുകയാണ്. അതിൻ്റെ പിന്നിൽ ധാരാളം പ്രയത്നങ്ങളുണ്ട്. അപ്പോൾ അതിന് കോർഡിനേറ്റ് ചെയ്ത എൻ്റർടൈൻമെൻറ്റ് കമ്മിറ്റിയുടെ ലീഡായ സജു ജെയിംസ്, സജു നമ്മുടെ ട്രഷറർ കൂടിയാണ്. അതുപോലെ തന്നെ സജുവിനോടൊപ്പം പ്രവർത്തിക്കുന്നതായ നീതു, രാജേഷ്, ആഞ്ചലീന, അതുപോലെ അവരുടെ കൂടെ പ്രവർത്തിക്കുന്ന എല്ലാ വോളണ്ടിയേഴ്സിനും ഞാൻ ഈ അവസരത്തിൽ നന്ദി അറിയിച്ചുകൊള്ളുന്നു. അതിനുശേഷം എനിക്ക് യൂത്ത് കമ്മിറ്റിയോടാണ് നന്ദി പറയാനുള്ളത്. നമ്മുടെ യൂത്ത് കമ്മിറ്റിയുടെ ഒരു സഹകരണം അത് വിസ്മരിക്കാൻ സാധിക്കുകയില്ല. യൂത്ത് കമ്മിറ്റി ധാരാളം സപ്പോർട്ട് ഈ പരിപാടിക്ക് വേണ്ടി നൽകിയിരുന്നു. അതിൻ്റെ എസ്പെഷ്യലി ഈ ഡാൻസ് കോറിയോഗ്രാഫിയും അതിൻ്റെ ട്രെയിനിങ്ങും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ധാരാളം സപ്പോർട്ട് നമ്മുടെ കമ്മിറ്റിക്ക് നൽകി. യൂത്ത് കമ്മിറ്റിയെ ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. അതുപോലെ നമ്മുടെ ഫ്ലയേഴ്സും സോഷ്യൽ മീഡിയ സപ്പോർട്ടും നൽകിയത് ജോസഫ് ഇമാനുവലാണ്. ജോസഫ് ഇമാനുവൽ നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ മെമ്പറാണ്. ജോസഫ് ഇമാനുവലിൻ്റെ ലെഫ്റ്റ് റൈറ്റ് ആൻഡ് സെൻറ്റർ മീഡിയ എന്ന് പറയുന്ന പ്രസ്ഥാനമാണ് നമുക്ക് ഫ്രീ ആയിട്ട് ഈ പരിപാടികളൊക്കെ, ഈ ഫ്ലയേഴ്സും സോഷ്യൽ മീഡിയ സപ്പോർട്ടും നൽകിയത്. അതുകൊണ്ട് ജോസഫിനുള്ള നന്ദി ഞാൻ ഈ അവസരത്തിൽ അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ നമ്മുടെ വെബ്സൈറ്റുമായി ബന്ധപ്പെട്ട അസിസ്റ്റൻറ്റ് നൽകിയത് നമ്മുടെ ഷെറിൻ ക്ലീറ്റസ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഷെറിനെ അറിയാം. ഷെറിനുള്ള നന്ദി ഞാൻ ഈ അവസരത്തിൽ അറിയിച്ചുകൊള്ളുന്നു. ഞാനിത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, എങ്കിലും ഒരു ഔപചാരികതയുടെ പേരിൽ എനിക്കിത് പറയാതിരിക്കാൻ സാധിക്കുകയില്ല. നമ്മുടെ BOD മെമ്പേഴ്സ്, നമ്മുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, അതുപോലെ തന്നെ പ്രോപ്പർട്ടി മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സ്, ഇവരുടെ എല്ലാവരുടെയും സഹകരണം നമ്മുടെ ഈ പരിപാടി എന്നുള്ളതല്ല, എല്ലാ പരിപാടിക്കും വളരെയധികം സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ട് BOD മെമ്പേഴ്സിനും പ്രോപ്പർട്ടി മാനേജ്മെൻറ്റിനും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെയും എല്ലാ മെമ്പേഴ്സിനുമുള്ള നന്ദി ഞാൻ അവസരത്തിൽ അറിയിച്ചുകൊള്ളുന്നു.
അതുപോലെ തന്നെ നമ്മുടെ ഹാമിൽട്ടൺ മലയാളി സമാജത്തിന് ഞാനിത് ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ് ഈ വർഷം പലതവണ നന്ദി പറഞ്ഞപ്പോൾ. പക്ഷെങ്കിൽ വീണ്ടും പറയാതിരിക്കാൻ നിവൃത്തിയില്ല. നമ്മുടെ സമാജത്തിൻ്റെ പരിപാടിയുടെ വിജയത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയുന്നത് നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിൻ്റെ സഹകരണമാണ്. അതായത് നിങ്ങളിൽ ഓരോരുത്തരുടെയും സഹകരണമാണ്. നമ്മുടെ പരിപാടികൾ എന്ന് നടന്നാലും അതിൻ്റെ തലേദിവസവും അതുപോലെ തന്നെ ആ ദിവസവും വന്ന് സഹകരിക്കുകയും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും അതുമായി ആ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി എല്ലാവിധത്തിലുള്ള സഹകരണവും നൽകുന്ന നിങ്ങൾ ഓരോരുത്തർക്കും ഞാൻ ഈ അവസരത്തിൽ നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. ഇനിയും ഏതെങ്കിലും കാരണവശാൽ ഞാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് മനഃപൂർവ്വമല്ല. ഞാൻ അവരെയും ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നു. എല്ലാവർക്കുമുള്ള നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി. താങ്ക് യു.